നീ എന്താടാ ഇവിടെ വന്നിരിക്കുന്നേ? ഓ, അകത്തെന്തൊരു ചൂടാവില്ലേ അച്ഛാ. വല്യച്ഛന് ഈ ചൂടൊന്നും തോന്നില്ലേ? ഓ, വല്യച്ഛനി എന്തോന്ന് ചൂട്, ആ കാലമൊക്കെ പോയില്ലയോ? അവളെവിടെ മലതാ ഉറങ്ങിയോ? അവള് പിന്നെ MD-ക്ക് പഠിച്ചോണ്ടിരിക്കുക. എന്തിടി? അതൊരു ഉയർന്ന ഡിഗ്രിയാണ്. എന്തുമാത്രം പഠിക്കാനുണ്ടെന്നറിയോ? സത്യം പറഞ്ഞാൽ ഈ വീട്ടുപണിക്കിടെ പഠിക്കുന്നതിന് അവളെ സമ്മതിക്കണം. ഒരടി വെച്ച് എന്നാലുണ്ടല്ലോ, മൂക്കി പല്ല് വന്നിട്ടാണോടാ പഠിക്കുന്നേ? ഒരുത്തി നട്ടപ്പാതിരാക്കി അകത്തിരുന്ന് പഠിക്കുന്നു, ഒരുത്തൻ തിണ്ണ നിരങ്ങുന്നു. ഒന്നാണമില്ലല്ലോടാ. വെറും പഠിത്തം മാത്രം പോരാ, കുറച്ച് ജീവിതവും കൂടെ വേണം. നിന്റെ വല്യമ്മ ഉണ്ടല്ലോ മഹേശ്വരി, എന്റെ സമയവും കാലവും നോക്കിയിട്ട് അവൾ എന്തും ചെയ്യാറുള്ളൂ. കാരണം എന്താണെന്നറിയാവോ? ഞാനും തിരിച്ച് അങ്ങോട്ട് അങ്ങനെ ആയിരുന്നു. ഒരു കുടുംബത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഭാര്യയുടെ സന്തോഷമാണ്. ഭാര്യയുടെ സന്തോഷം എന്ന് പറയുന്നത് ഭർത്താവിന്റെ കയ്യിലാണ് പോയിരിക്കുന്നേ. ഞാൻ എന്ത് ചെയ്യണം വല്യച്ഛനി പറയുന്നത്? അവളോട് പഠിച്ചതൊക്കെ മതി എന്ന് പറ. ചെല്ല്, പോ. അവളേതായാലും പഠിച്ചു തുടങ്ങിയില്ലേ, ഇന്നിനി പഠിക്കട്ടെ. ഇങ്ങനെ ഒരു മണ്ട. എടാ, തറവാട്ടി പറഞ്ഞ പെൺകുട്ടികളാവുമ്പോ അവരൊന്നും ഇങ്ങോട്ട് ചോദിക്കത്തില്ല. നമ്മൾ അറിഞ്ഞങ്ങോട്ട് പെരുമാറണം. വേണ്ടി വന്ന അല്പം ബലവും പ്രയോഗിക്കാം. അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. നിന്റെ മനസ്സിലെന്തോ ആശയക്കുഴപ്പമുണ്ട്. എടാ, മനസ്സാടാ എല്ലാ രോഗത്തിനും കാരണം. നീയൊക്കെ പഠിച്ച വലിയ ഡാക്ടർമാരാണെന്ന് പറഞ്ഞ് എന്തിനാടാ നടക്കുന്നത്? നാണമില്ലയോടാ? മനസ്സ് ചൂടായോ തണുപ്പിച്ചിട്ടേ ഉറങ്ങാവൂ. നിദ്രാവിഹീനമായ രാത്രി. ഒരു ചെറ്റ കുടിലാണെങ്കിലും മുക്കാലയുടെ മനസ്സ് നിറയെ മുക്കാബിലയെ കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു. മാളിക മുകളിലാണെങ്കിലും മുക്കാബിലയുടെ മനസ്സിലും മുക്കാല നിറഞ്ഞു നിന്നു. അവൾ പാടി, മനസ്സു മനസ്സിന്റെ കാതിൽ ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പ്രോഗ്രാം മുഖ്യതായിരിക്കും. ഇത് തന്നെ ജോലി. യാതു ക്ഷേത്രത്തിൽ നിന്നാ എന്നത്തേക്കാ പ്രോഗ്രാം വേണ്ടത്? ഞങ്ങൾ ബാങ്കിൽ നിന്നാ. ഓ, ബാങ്കിന്റെ വാർഷികമാണോ? അകത്തോട്ടിരിക്കാലോ. ഞങ്ങൾ മിസ് കൗസല്യെ കാണാൻ വന്നതാ. അതിന് അവളല്ലല്ലോ പരിപാടിക്ക് പോകുന്നത്, ഞാനല്ലേ. മംഗളൻ മങ്കൊമ്പ് പ്രോഗ്രാം ബുക്ക് ചെയ്യാനല്ല, പിന്നെ കൗസല്യ ബാങ്കിന് എടുത്ത ലോണിനെ പറ്റി സംസാരിക്കാനാ. എടി കൗസല്യേ, എടി നീ പശുവിനെ മേടിക്കാനെടുത്ത കാശിന് ആള് വന്ന് നിൽക്കുന്നു. ചുമ്മാ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കില്ല. അയ്യോ സോറി, ഞാൻ അകത്ത് ലേശം ജോലിയിലായിരുന്നു. സാറ് പുതിയതായിട്ട് വന്ന മാനേജർ ആണല്ലേ? ഇരുന്നാട്ടെ. നിങ്ങൾ സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം 25,000 രൂപ ലോൺ എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴത് പലിശ ഉൾപ്പെടെ 30,000-ന് മുകളിലായി. എന്നിട്ട് ഇതുവരെ ഒരു ഇൻസ്റ്റാൾമെന്റ് പോലും അടച്ചില്ലല്ലോ. അയ്യോ, അടയ്ക്കാൻ ബുദ്ധിമുട്ടാ. അത് ഞാൻ മുമ്പിരുന്ന മാനേജറുടെ മുഖത്ത് നോക്കി പറഞ്ഞാണല്ലോ. നിങ്ങൾ വന്ന 25,000 രൂപയ്ക്ക് ആകെ കിട്ടിയത് 3 പശുവിനെയാ. അതിന് എല്ലാത്തിനെയും കൂടെ ഞെക്കി പിഴിഞ്ഞാൽ ചോരയും ചേർത്ത് 6 ലിറ്റർ പാലാ കിട്ടുന്നത്. അതിൽ പിന്നെ വെള്ളവും ചേർത്ത് 12 ലിറ്റർ ആക്കി വിറ്റാലും കച്ചിയും പിണ്ണാക്കും വാങ്ങിക്കാനുള്ള കാശ് പോലും കിട്ടത്തില്ല. ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് ശരിയാണോ സിസ്റ്ററെ? പ്രീ ഡിഗ്രി വരെ പഠിച്ച് എനിക്കൊരു ജോലി തരാനോ ഈ സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞില്ല. അഥവാ ജോലി തന്നിരുന്നെങ്കിൽ തന്നെ ശമ്പളമായിട്ട് ഇപ്പൊ എത്ര രൂപ തരേണ്ടി വന്നേനെ? അത് മാത്രം ക്ഷാമബത്ത, പ്രോവിഡന്റ് ഫണ്ട്, ഇൻക്രിമെന്റ്, ഫെസ്റ്റിവൽ അലവൻസ്, ഇതൊക്കെ വേറെ. ഇതൊന്നും ഞാൻ ചോദിക്കുന്നില്ലല്ലോ. വെറും 25,000 ഉലുവയും തന്നിട്ട് അത് തിരിച്ചു പിരിക്കാൻ നടക്കുന്നത് നാണം കെട്ട ഏർപ്പാടാ. സിസ്റ്റർ എന്തൊക്കെ പറഞ്ഞാലും ബാങ്കിൽ നിന്ന് വായ്പ തിരിച്ചു കിട്ടിയേ പറ്റൂ. ഞങ്ങളെ വെറുതെ ജപ്തി നടപടിയിലേക്ക് വലിച്ചിടക്കരുത്. വരൂ. ചേടാ, ഇവർക്ക് കാര്യം പറഞ്ഞിട്ട് മനസ്സിലാകത്തില്ലെന്ന് വെച്ചാ അയ്യാടാ ജപ്തി. തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടികള് ഇങ്ങോട്ടൊന്നും ചോദിക്കത്തില്ല. നമ്മൾ അറിഞ്ഞ് അങ്ങോട്ട് ചെയ്യണം. വേണ്ടി വന്ന അല്പം ബലവും പ്രയോഗിക്കണം. അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. നീ എന്തോ നോക്കി പഠിപ്പിക്കുന്നേ? എന്തോടി പേടിപ്പിക്കുന്നേ? അല്ല, ബ്രഷ് എന്തിനാ വലിച്ചെറിഞ്ഞ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ജീവിതം എന്ന് പറയേണ്ടത് ആസ്വദിക്കാനുള്ളതാണ്, അല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കാൻ മാത്രമുള്ളതല്ല. കാലത്ത് പേടി കിടക്കടി, അങ്ങോട്ട് നീ ലൈറ്റ് ഓഫ് ചെയ്യടി.